ഇന്നുണ്ടാക്കുന്നത് ഒരു അവിയലാണ്. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവിയൽ തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പക്കലുള്ള ഏത് പച്ചക്കറി കൊണ്ട് വേണമെങ്കിലും അവിയൽ ഉണ്ടാക്കാവുന്നതാണ്. അവിയലിന് പുളിക്കായിട്ട് ഞാൻ പച്ചമാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമാങ്ങ ഇല്ലെങ്കിൽ പച്ചത്തക്കാളി ഇട്ടാലും മതി, ഇല്ലെങ്കിൽ തൈര് ഒഴിച്ചാലും മതി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ നേരത്ത് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ പകുതി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 3-4 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് അരക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി ഫൈനായിട്ട് അരയേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ പച്ചക്കറികളൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം മൂടി വെച്ച് നന്നായി ഒന്നുകൂടെ വേവിച്ചെടുക്കാം. വെന്ത് കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അവിയൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കൂടി വേവിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. മുകളിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മണവും വരുന്നുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.